ഉയിർപ്പ് മൂന്നാം ഞായർ. യോഹന്നാൻ 21 വാക്യങ്ങൾ 15 മുതൽ 19 വരെ. ഈശോ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അത് വിവരിക്കുന്ന സുവിശേഷമാണ് ഉയിർപ്പ് മൂന്നാം ഞായറാഴ്ച നമ്മൾ ശ്രവിക്കുന്നത്. 7 പേരടങ്ങുന്ന അത് മുക്കുവന്മാർ കൂടെയായ ശിഷ്യന്മാർക്കാണ് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടത്. കർത്താവിൻ്റെ കടൽത്തീരത്തുള്ള പ്രത്യക്ഷപ്പെടലിന് വിശാലമായ ഒരു പശ്ചാത്തലമുണ്ട്. കടലിൻ്റെ വിശാലത, ചക്രവാളത്തിൻ്റെ മാസ്മരികത, ഒരു പ്രഭാതത്തിൻ്റെ വശ്യത, മീൻപിടുത്തക്കാരുടെ അസ്തിത്വാത്മകത, ഒടുവിൽ അത്ഭുതകരമായ മീൻപിടിക്കൽ എല്ലാം കർത്താവിൻ്റെ വാക്കുകൾക്ക് പശ്ചാത്തലമാകുന്നു. അതുപോലെ ഭാവനാപൂർണമായ ഒരു ആവിഷ്കാരവും നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുകയാണ്. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന പത്രോസിൻ്റെയും ഞങ്ങളും നിൻ്റെ കൂടെ വരുന്നുവെന്ന് പറയുന്ന മറ്റ് 6 ശിഷ്യന്മാരുടെയും മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? രാത്രിയിലേക്ക് ശനിയാഴ്ച ദിവസം വഴി മാറി വീണപ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഏതാണ്ട് അവർക്ക് ഉറപ്പായിരുന്നു. എങ്കിലും ഇനിയെന്താ എന്ന ഒരു ചോദ്യം അവരുടെ മനസ്സുകളിൽ തങ്ങി നിന്നു. ഒരു രാത്രി നീളുന്ന ഒരു താൽക്കാലിക ഉത്തരം അവർ കണ്ടെത്തി: നമുക്ക് മീൻ പിടിക്കാൻ പോകാം. ആ രാത്രി കടലിലെ മീനുകൾ ദിശ മാറി സഞ്ചരിച്ചു കാണും. മീൻ പിടിക്കാൻ പറ്റാതെ നേരം വെളുപ്പിച്ച ശിഷ്യന്മാർക്ക് ഉറക്കക്ഷീണവും ചെറിയൊരു നിരാശയും ഉണ്ടായിരിക്കാം. പ്രഭാത സൂര്യൻ കിഴക്ക് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ ഏത് ദിശയിലേക്കാണ് മീനിൻ്റെ സംഘം സഞ്ചരിക്കുന്നത് എന്ന് അപരിചിതനായ ഒരുവൻ കരയ്ക്ക് നിന്ന് കണ്ടു. വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക എന്ന് പറഞ്ഞ അവൻ്റെ വാക്കുകളിൽ അവരുടെ നാഥൻ്റെ സുപരിചിതമായി തീർന്ന ശബ്ദം പ്രതിധ്വനിച്ചു. ഒപ്പം സ്നേഹനിർഭരമായ അഭിസംബോധനയും അവിടുത്തെ തിരിച്ചറിയുവാൻ അവരെ സഹായിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഈ ചോദ്യത്തിൽ സഹോദര്യത്തിനും അപ്പുറം പിതൃത്വം കൂടെ വെളിവാകുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടെ ഉണ്ടായിരുന്നു. ആ പിതാവിന് കുറച്ചു മീൻ വേണമായിരുന്നു തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു പ്രഭാത ഭക്ഷണം ഒരുക്കുവാൻ. അത്ഭുതകരമായ ആ മീൻപിടുത്തത്തിന് ശേഷം അവർ വള്ളവുമായി കരയ്ക്കെത്തിയപ്പോൾ അവിടുന്ന് പറയുകയാണ്: നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരുവിൻ. കരയ്ക്ക് തീ കൂട്ടിയിരിക്കുന്നതും അടുത്തു തന്നെ അപ്പവും അവർ കണ്ടു. വള്ളം കരയ്ക്ക് അടുപ്പിച്ചപ്പോൾ വലയിൽ 153 മത്സ്യങ്ങൾ അവർ തിട്ടപ്പെടുത്തി കുട്ടകളിലാക്കിയിരുന്നു. എത്ര കൃത്യമായ എണ്ണിത്തിട്ടപ്പെടുത്തൽ! എന്താണ് ഈ കൃത്യതയുടെ രഹസ്യം? അനുസരണയുള്ള ആടുകളെപ്പോലെ ആയിരുന്നു ആ മീനുകൾ വലയിൽ കയറിയപ്പോൾ എന്ന ഭാവനാചിത്രവും എൻ്റെ മനസ്സിൽ വരികയാണ്. കാരണം പിന്നീട് ഈശോ പറയുന്നത് അവരുടെ വലകളിലേക്ക് അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്ത ആടുകളെക്കുറിച്ചാണ്. എൻ്റെ ആടുകൾ എന്നാണ് അവിടുന്ന് അവയെ വിളിക്കുന്നത്. പിന്നെ അവർക്ക് സുപരിചിതമായ ഒരു അനുഷ്ഠാനത്തോടു കൂടിയാണ് അവിടുന്ന് അവരെ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിക്കുന്നത്. ഈശോ അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, അതുപോലെ തന്നെ മത്സ്യവും. അന്ത്യത്താഴ വേളയിൽ അപ്പവും വീഞ്ഞും കൊടുത്തതുപോലെ, എമ്മാവൂസിൽ വെച്ച് 2 ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ചു കൊടുത്തതുപോലെ, അതുവഴി അവിടുന്ന് താൻ ആരാണെന്ന് അവരെ അനുസ്മരിപ്പിച്ചതുപോലെ തിരിച്ചറിവിലേക്ക് നയിച്ച പങ്കുവയ്ക്കലായിരുന്നു അവയെല്ലാം. തിരിച്ചറിവിൻ്റെ പങ്കുവയ്ക്കൽ എപ്പോഴും അതുതന്നെയാണ്. തന്നെയാണ് അവിടുന്ന് പങ്കുവെച്ചത് എന്ന ഒരു അനുഭൂതിയും അവർക്ക് ലഭിച്ചു. അവർ അനുഭവിച്ചത് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും സാന്നിധ്യമായി തീർന്ന കർത്താവിനെയാണ്. അതിൽ ഒരു സാന്നിധ്യത്തിൽ നിന്നും വളരുന്ന വെളിപ്പെടലിൻ്റെ അനുഭവം കൂടെ ഉണ്ടായിരുന്നു. അതിനുമുപരിയായി സാന്നിധ്യം സ്നേഹമെന്നും സ്നേഹം സാന്നിധ്യമെന്നുമുള്ള വെളിപ്പെടുത്തൽ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് നൽകിയ സ്നേഹം നമ്മിൽ സാന്നിധ്യമായി തീരുമ്പോൾ മാത്രമേ നമ്മിൽ ചലിക്കുന്ന ഈ സ്നേഹത്തിലൂടെ സ്നേഹത്തിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ തിരിച്ചറിവിലേക്കാണ് ആ ശിഷ്യസമൂഹത്തിൻ്റെ തലവനായ തുറന്ന മനസ്സുള്ള പത്രോസിനെ അവിടുന്ന് നയിച്ചത്. അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പ്രധാന ആശയവും ചിന്താവിഷയവുമായി നമ്മൾ കാണുന്നത്. തൻ്റെ മുമ്പിൽ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്: നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇവരേക്കാൾ കൂടുതലായി എന്നിൽ വിശ്വസിക്കുന്നുവോ എന്നൊരു ചോദ്യത്തിന് പര്യായവും പകരവുമായി ഈ ചോദ്യത്തെ ഞാൻ കാണുകയാണ്. ഒപ്പം എന്നിൽ ഏതാനും സംശയങ്ങളും ഉയരുകയാണ്. കർത്താവ് സ്നേഹത്തെയും സ്നേഹിക്കുന്നവരെയും താരതമ്യപ്പെടുത്തി വേർതിരിവ് സൃഷ്ടിക്കുന്നില്ലേ? ഈ ചോദ്യം വഴി എല്ലാവരെയും തുല്യരായി കാണുന്ന അവിടുന്ന് എങ്ങനെ കൂടുതൽ സ്നേഹിക്കുന്നതിനെക്കുറിച്ച്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുവാൻ പരിശ്രമിക്കുന്നു? ഇതിനുള്ള ഉത്തരം കണ്ടെത്തലാണ് തുടർന്നുള്ള സുവിശേഷ ഭാഗത്തെ ധ്യാനാത്മക പഠനത്തിലൂടെ ഗ്രഹിക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നത്. പത്രോസിനോട് ഈശോ ഒരേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു. ഏതാണ്ട് ഒരേ ഉത്തരം തന്നെ പത്രോസ് വികാരഭരിതനായി നൽകുന്നു.
കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം. ഉത്തരത്തിൽ തൃപ്തനായ കർത്താവ് പത്രോസിനെ ഓരോ പ്രാവശ്യവും ഒരേ ദൗത്യം തന്നെ ഏൽപ്പിക്കുകയാണ്: എൻ്റെ ആടുകളെ, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. എൻ്റെ എന്ന വിശേഷണത്തിലും കുഞ്ഞാട് എന്ന വിശേഷണത്തിലും വെളിവാകുന്നത് അവിടുത്തെ ഹൃദയവികാരമാണ്. സ്വന്തം എന്ന ചിന്ത, കുഞ്ഞാട് എന്ന വിവരണം ഒക്കെ സ്നേഹത്തിൻ്റെ മൃദുലമായ ആവിഷ്കാരമാണ്. എൻ്റെ ജീവിതത്തിൽ ഗാഢമായി നിന്നെ പങ്കാളിയാക്കുന്നു എന്ന ദൗത്യമാണ് നിനക്ക് ഞാൻ നൽകുന്നത് എന്ന് കർത്താവ് ആവർത്തിക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നു. ഈ ദൗത്യത്തിന് നേതൃത്വം, സേവനം, പരിപാലനം എന്നൊക്കെ അർത്ഥമുണ്ട്. കർത്താവിൻ്റെ സഭയിലെ നേതൃത്വം എന്നത് സ്നേഹസേവനമാണ്. ആത്മസമർപ്പണം വരെ എത്തുന്ന സേവനമാണ് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുന്നത്. അവിടുന്ന് തൻ്റെ മാതൃക തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ടാണ് അവസാനമായി അവിടുന്ന് പത്രോസിനോട് പറയുന്നത്, എന്നെ അനുഗമിക്കുക എന്ന്. കർത്താവിനെ അനുഗമിക്കുന്നവനെയാണ് ആടുകളും അനുഗമിക്കുന്നത്. ഇവിടെ സ്നേഹത്തിന് ഒരു അർത്ഥം കൂടിയുണ്ട്. അതിലൊരു പിൻചെല്ലലും അനുധാവനവുമുണ്ട്. അതിലൊരു ഇറങ്ങിപ്പുറപ്പെടലുണ്ട്. സ്നേഹമൊരിക്കലും സ്റ്റാറ്റിക് അല്ല, ചലനാത്മകമായ ഒന്നാണ് സ്നേഹം. ചലനം നിൽക്കുമ്പോൾ സ്നേഹം നിർജീവമാകുന്നു. സജീവമായിരിക്കണം, ജീവൻ്റെ സ്പന്ദനമാകണം സ്നേഹം. അതിനെ അരമുറുക്കി എന്തിനും ഇറങ്ങിപ്പുറപ്പെടുവാൻ തയ്യാറായിരിക്കുന്ന അവസ്ഥയുമായും അതിൻ്റെ പിന്നിലെ സ്വാതന്ത്ര്യമായും ഈശോ സ്നേഹത്തെയും സ്നേഹത്തിൻ്റെ അനുധാവനത്തെയും വിശദീകരിക്കുന്നു. പത്രോസിനെ സംബന്ധിച്ചുള്ള ഒരു വെളിപ്പെടുത്തലിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ നിനക്ക് പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരു പെണ്ണിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. സ്വയം അരമുറുക്കി എവിടേക്ക് പോകണമെന്ന് സ്വയം തീരുമാനിച്ചു പോകുന്നത് ജീവിതത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അതിനും അപ്പുറത്തേക്ക് ജീവിതം നീളും. മറ്റുള്ളവർ നിന്നെ അരമുറുക്കുന്നത് നിന്നെ ബന്ധിക്കാനാണ്, അറുക്കാനായി കൊണ്ടുപോകുന്ന ആടിനെ പോലെ. ഈ ദൗത്യത്തിനും അപ്പുറം ബലിമൃഗമായിത്തീരുന്ന ഒരു ദൗത്യവും കൂടെയുണ്ട്. അത് രക്തസാക്ഷിത്വമാണ്. തന്നെ കുരിശിലേക്ക് നയിച്ചതുപോലെ തൻ്റെ ശിഷ്യന്മാരെയും ബലിവേദിയിലേക്ക് നയിക്കുന്ന സമയം വരും. അവിടെയാണ് നേതൃത്വവും പൗരോഹിത്യവും ഒക്കെ പൂർത്തീകരിക്കപ്പെടുന്നത്. അങ്ങനെ അവ സ്നേഹത്തിൻ്റെ നിർവചനത്തിൻ്റെ ഭാഗമായിത്തീരുന്നു. സ്നേഹം ആത്മസമർപ്പണമാണ്, അതിൽ രക്തസാക്ഷിത്വമുണ്ട് എന്നുള്ള ചിന്തകളും ഇവിടെ വെളിവാകുന്നു. സ്നേഹത്തിന് ആഴവും വ്യാപ്തിയുമുണ്ട്. അത് തിരിച്ചറിയിക്കാനാണ് കർത്താവ് പത്രോസിനോട്, നീ ഇവരേക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചത്. നിൻ്റെ സ്നേഹത്തിന് ആഴവും വ്യാപ്തിയും ഉണ്ടാകുന്നിടത്താണ് നേതൃത്വത്തിന് നീ അർഹനാകുന്നത്. രക്തസാക്ഷിത്വം വരെ എത്തുന്ന സ്നേഹത്തിലൂടെയാണ് നമ്മൾ അതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കുന്നത്. പൂർണ്ണതയിലെത്താത്ത സ്നേഹം ചെറുതാണ്. മറ്റുള്ളവരേക്കാൾ അത് വലുതാകുന്നില്ലെങ്കിൽ നിനക്ക് ഏത് പ്രത്യേക സ്നേഹമാണുള്ളത്? മറ്റുള്ളവർ സംരക്ഷണയിൽ ഉണ്ടായിരിക്കുന്നവർക്ക് എല്ലാം ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആഴവും വ്യാപ്തിയുമുള്ള സ്നേഹം, ചക്രവാളത്തേക്കാൾ വിശാലമായ സ്നേഹം, അതാണ് നമുക്ക് വേണ്ടത്. രക്തസാക്ഷിത്വം വരെ എത്തി നിൽക്കുന്ന ബലിയാട് ആകാൻ തയ്യാറാകുന്ന സ്നേഹം, അതാണ് കൂടുതലായ സ്നേഹം. സ്നേഹത്തിന് ജീവനുള്ളതുകൊണ്ട് അത് അനുഭവിക്കുന്നവർക്ക് അത് ജീവിതത്തിൽ പുനരുത്ഥാനത്തിൻ്റെ അടയാളവും അനുഭവവുമായിത്തീരും. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ഉദ്ഘോഷിക്കുന്നവരെല്ലാം അവിടുത്തെ സ്നേഹത്തിൻ്റെ അമർത്യതയായിരിക്കും പ്രഘോഷിക്കുന്നത്. ഇവരെക്കാൾ എല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന അവിടുത്തെ ചോദ്യത്തിന് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും നമുക്ക് ഉത്തരം നൽകാം: ഞാൻ നിന്നെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുന്നു. എവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹാശംസകളോടെ.